നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം വീട്ടുകാർ തന്നെയാണെന്നുള്ള ഒരു പ്രശ്നം. ഇതിനുള്ള സൊല്യൂഷനാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് വന്നൊരു മെയിലാണിത്. ഒരു കുട്ടിയെ വീട്ടിലുള്ള ആളുകൾ തന്നെ മെൻ്റലി വല്ലാതെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ അനിയനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു കാര്യത്തിലേക്ക് ഈ കുട്ടി ഇറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 വർഷം അങ്ങനെ പോയി. അച്ഛൻ്റെ കയ്യിലുള്ള കുറേ ക്യാഷും അങ്ങനെ പോയി. അതിനുശേഷം ഇവരെ വീട്ടുകാർ മൊത്തത്തിൽ മെൻ്റലി ഹരാസ് ചെയ്യാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിനക്ക് ബുദ്ധിയില്ല, നിന്നെക്കൊണ്ട് ഇതൊന്നും നടക്കില്ല, വേറെ എന്തെങ്കിലും പരിപാടി നോക്കി പോയിക്കോ, അല്ലെങ്കിൽ നിനക്ക് കല്യാണം പോലും നടക്കില്ല, നിന്നെ കാണാനോ ഒന്നിനും കൊള്ളില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഇത് വീട്ടുകാരിങ്ങനെ സാധാരണ പറയുന്നത് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം പറയുന്നുണ്ടാവും. പക്ഷേ ഇത് കാരണം ഇയാൾക്ക് ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇങ്ങനെ സംഭവിച്ചു പോയത് ഇയാളുടെ തെറ്റുകൊണ്ടല്ല എന്നുള്ളത് ഉറപ്പാണ്. കഴിയുന്നത് ഹാർഡ് വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ വിജയിക്കാൻ കഴിയുന്നില്ല. വളരെ പേഴ്സണലായിട്ടൊരു കണ്ടൻറ്റാണ് ഇത്, അല്ലേ? എന്നാൽ ഒരുപാട് ആളുകൾ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. വീട്ടുകാർ തന്നെ ഹരാസ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നുന്നൊരവസ്ഥ. എനിക്ക് വരുന്ന ഇത്തരം പേഴ്സണൽ മെയിലുകളുടെ അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന കണ്ടൻറ്റൊക്കെ ഞാൻ ഈ ചാനലിലൂടെ തന്നെ അപ്ലോഡ് ചെയ്യും. പക്ഷേ കമൻറ്റ്സ് ഡിസേബിൾ ആയിരിക്കും. അതുപോലെ കമൻറ്റ് ഡിസേബിൾ ആക്കിയ ഒരു വീഡിയോ ആണിത്. തംബ്നെയിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കണ്ടൻറ്റാണിത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. ഇതിൽ വീട്ടുകാരുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. എന്താണ് അവരുടെ പ്ലാൻ, അവരെന്താണ് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുകൂടെ നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത പരിപാടിക്ക് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ക്യാഷ് കിട്ടാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ, നിങ്ങൾ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു കല്യാണം കഴിച്ച് കാണാനുള്ള ഒരു താല്പര്യം കൊണ്ടാണോ, നിങ്ങൾക്ക് ഏജ് ഓവറായി പോയത് കൊണ്ടാണോ, എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രശ്നം എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതിൽ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത്, ആ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് വളരെ ധൈര്യത്തോടു കൂടി സംസാരിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചീത്ത പറയുന്ന രക്ഷിതാക്കളുള്ള വീട്ടിലുള്ള കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഇവർ ഈ ചീത്ത കേൾക്കുന്ന സമയത്ത് ഇവരൊന്നും മിണ്ടാതെ ഇങ്ങനെ മാറി നിന്ന് റൂമിലൊക്കെ വാതിലടച്ചിട്ടിരുന്ന്, അല്ലെങ്കിൽ ഭയങ്കര മൗനഭാവത്തോടുകൂടി എനിക്കത് ഏറ്റുപോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഒരു ഫേസ് ആണോ നിങ്ങളിൽ നിന്ന് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കണം. കാരണം അവർ ഈ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾക്ക് വല്ലാതെ ഏറ്റുപോകുന്നുണ്ട്, നിങ്ങളത് വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുമ്പോഴാണ് അവർ വീണ്ടും വീണ്ടും ഈ രീതിയിൽ പറയാൻ വേണ്ടി വരിക. കാരണം നിങ്ങളെ അവർക്ക് പൂർണ്ണമായിട്ടും അറിയാമെന്നുള്ളതാണ്. ഒരു ബുക്ക് തുറന്നു വെച്ചതുപോലെ നിങ്ങളെ അവർക്കറിയാം. നിങ്ങളുടെ വീക്ക് പോയിൻറ്റ്സ് എന്താണ്, നിങ്ങളുടെ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കുമെന്നുള്ളത് അവർക്കറിയാം. എന്തായാലും ആ വീക്ക് പോയിൻറ്റ്സിലേക്ക് അവർ ഓരോ പോയിൻറ്റ്സ് ഇട്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന സമയത്ത് അത് നിങ്ങളെ ബാധിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാലോ, അപ്പോൾ അവർക്ക് സാവധാനം അത് നിർത്തുക എന്നുള്ള ഓപ്ഷൻ അല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. ഇവിടെയാണ് നിങ്ങൾ അഭിനയിക്കാൻ പഠിക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിലുള്ള വേദന അവിടെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയണം. ഞാൻ നിങ്ങളുടെ മകനല്ലേ, ഞാൻ നിങ്ങളുടെ മകളല്ലേ, എന്നെക്കൊണ്ട് എങ്ങനെ സാധിക്കുന്നുള്ളൂ, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്, ഈ രീതിയിൽ അവരെക്കാൾ ധാരണയും എക്സ്പീരിയൻസും നിങ്ങൾക്കുണ്ട് എന്നുള്ള തോന്നുന്ന രീതിയിലുള്ള സംസാരം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. കാര്യം അവരുദ്ദേശിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അത് നിങ്ങളുടെ രോമത്തിൽ പോലും തൊടുന്നില്ല എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പതിയെ ഇത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ അഭിനയിച്ച് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ധൈര്യമാണ്. ആര് എന്ത് വന്ന് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്തും ധൈര്യത്തോടു കൂടി കണ്ണിൽ നോക്കി തിരിച്ചങ്ങോട്ട് മറുപടി കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിപ്പോൾ ഒരു മറുപടിയും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ തല താഴ്ത്തി വിഷമിക്കുന്നൊരു ലെവലിലേക്ക് നിൽക്കാതെ അവരുടെ കണ്ണിൽ നോക്കി ഒരു ശൗര്യഭാവത്തോടു കൂടി നേരെ നോക്കി നിങ്ങൾ ഇതൊക്കെ കേൾക്കുക. ഇത് കുറച്ച് പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ചെറിയൊരു സഹതാപം അവരുടെ ഉള്ളിൽ വരും. ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോഴോ, വളരെ പ്രൗഡായിട്ട് അവർ പറയുന്നത് കേൾക്കുമ്പോഴോ, ഒരു നല്ലൊരു ലിസണറായിട്ട് അവരുടെ കൂടെ നിൽക്കുമ്പോഴോ ഇമോഷണലി വല്ലാത്തൊരു കാര്യം അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഈ പറഞ്ഞ ആളിലേക്ക് എങ്ങനെയാണ് പോവുകയെന്ന് വെച്ചാൽ കർമ്മയായിട്ടാണ് പോവുക. അയാൾക്ക് കുറച്ച് കഴിയുമ്പോഴേക്കിനും തോന്നും, പറയണ്ടായിരുന്നു, എൻ്റെ മകനല്ലേ, എൻ്റെ മകളല്ലേ. അവൻ്റെ ആ നോട്ടം കൊണ്ട് തന്നെ ഞാൻ വല്ലാതെ കത്തിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല, ഇനി ഞാൻ പറയില്ല. അവനെ കൊണ്ട് അല്ലെങ്കിൽ അവളെ കൊണ്ട് അത്രേ കഴിയൂ, എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവൻ്റെ ഓരോ നോട്ടവും എന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അവരെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ അവർ ചെയ്ത് നോക്കിയിട്ടുണ്ട്,
പക്ഷെ എന്ത് ചെയ്യാനാ, ഇനി ഞാൻ പറയുന്നതിൽ അർത്ഥമല്ല. ഈ ഒരു ചിന്ത ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളിലേക്ക് കൊടുക്കാൻ ഈ ഒരു നോട്ടം മാത്രം മതി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ നോട്ടത്തിൻ്റെ കൂടെ അതിലേക്ക് നല്ല രീതിയിൽ പഠിച്ച് പറയുന്ന ചില സംസാരങ്ങൾ കൂടെ ഉണ്ടെങ്കിലോ അവരാകെ തളർന്നു പോകും. അപ്പോൾ റിയാക്ട് ചെയ്യുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക. അവരോട് നിർത്തി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മൂല്യം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത് തന്നെയാണ് നിങ്ങളെ മെൻ്റലി ഹരാസ് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ നിൽക്കേണ്ട ഒന്നാമത്തെ രീതി. ഈ കഴിവുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി ഉണരാൻ കഴിയുന്ന വലിയൊരു സോഴ്സാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിപ്പോൾ ഏത് ദൈവത്തിനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ കോൺഫിഡൻസിന് വളരെ കാരണമാവുന്ന ചില പ്രോഗ്രാമുകൾ കയറുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ വെൽ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർ കാരണമാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് എത്തിയത്. അവർക്ക് ചില റെസ്പോൺസിബിലിറ്റികൾ ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളെ ഉണ്ടാക്കി ഈ ഭൂമിയിലേക്ക് ഇട്ടിട്ട് അവർക്ക് മാറി നിന്ന് സുഖമായിട്ട് ജീവിക്കാനൊന്നും കഴിയില്ല. അവർ ഈ ലോകത്തിനോട് മറുപടി പറയേണ്ടി വരും. നിങ്ങളുടെ മകനല്ലേ, നിങ്ങളുടെ മകളല്ലേ, നിങ്ങളിങ്ങനെ പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാനുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ളൊരു ഗഡ്സ് നിങ്ങളിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് മാറി നിന്ന് നിങ്ങളുടെ അടുത്ത പരിപാടിയിലേക്ക് നിങ്ങൾ ഇറങ്ങണം. ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ, ഈ ഒരു ഇൻ്റർനെറ്റ് യുഗത്തിൽ നിങ്ങൾ ജസ്റ്റ് ഫോണിൽ ഒന്ന് മാറി ഇന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ജോലികളും ഒരുപാട് സാധ്യതകളും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ അത് വെറുതെ ഇരുന്നാൽ പോരാ. ഇതിനു വേണ്ടി വളരെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ ഇരിക്കണം. നിങ്ങൾക്ക് പറ്റിയ തൊഴിൽ എന്താണ്, അതെവിടെ കിട്ടും, ഞാൻ എവിടെ പോകണം എന്ന് അന്വേഷിക്കാൻ കഴിയുന്ന കുറച്ച് സമയങ്ങൾ ദിവസവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു രക്ഷയില്ലെങ്കിൽ പുറത്ത് പോകാതെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതൊക്കെ കണ്ടെത്താൻ നോക്കുക. എന്തെങ്കിലും ഒരു ക്യാഷ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ പാരൻസ് എന്ന് പറയുന്ന ആളുകളൊക്കെ നിങ്ങളുടെ പിറകിൽ വരും. അപ്പോൾ ഈ ഗഡ്സോടുകൂടി, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളോടുകൂടി വേണ്ടാത്ത സൂയിസൈഡൽ ടെൻഡൻസികളൊക്കെ ഒഴിവായി കിട്ടും. ഇതിലേക്കാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തത്, ഒരു 3 മാസത്തെ ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയ ജോലി നിങ്ങൾ കണ്ടുപിടിക്കുക. എവിടെയെങ്കിലും പോയിരുന്ന് അത് ചെയ്യാൻ പറ്റുമോ നോക്കുക. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇപ്പോൾ എൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു 5-10 ഇൻകം സോഴ്സുകളുള്ള ഒരാളാണ്. ഓക്കെ, എന്തെങ്കിലും ഒന്ന് മാത്രമാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് നിങ്ങൾ കയറി എന്ന് വേണമെങ്കിൽ വീട്ടുകാരെ കാണിച്ചു. അതിൻ്റെ കൂടെ അടുത്ത പരിപാടി നിങ്ങൾക്കിപ്പോൾ പഠിക്കണോ, അല്ലെങ്കിൽ അടുത്ത ജോലി ചെയ്യണോ, അടുത്ത ഇൻകം സോഴ്സുകൾ എത്തിക്കാൻ കഴിയണോ, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്തായാലും ഈ ആളുകളുടെ വായടപ്പിക്കുന്ന കാര്യത്തിൽ ക്യാഷിന് വല്ലാത്തൊരു പവറുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും മിണ്ടില്ല. അതിന് ബെസ്റ്റ് തീരുമാനം എടുക്കേണ്ട ആൾ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് സാധിക്കൂ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ പ്രഷർ വരുന്നുണ്ടെന്ന് തോന്നുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ചില സമുദ്രങ്ങൾ പോലെയുള്ള സ്ഥലങ്ങൾ, ഈ ബീച്ച് വ്യൂ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ചില സ്ഥലങ്ങൾ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും ഇടങ്ങളൊക്കെ, അവിടെയൊക്കെ ഒന്ന് പോയിരിക്കുക, ഒറ്റയ്ക്ക് പോയിരിക്കുക. അതേപോലെ നിങ്ങളുടെ വീട്ടിൽ ഈ മോട്ടോർ സൈക്കിൾ, സ്കൂട്ടർ ഇതൊക്കെയുള്ള ആളുകളാണെങ്കിൽ കുറച്ച് ദൂരം ഒന്ന് ലോൺലി ആയിട്ട് ഒരു സോളോ റൈഡുകളൊക്കെ ചെയ്യുക. പഴയ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഇരുന്ന് വിളിക്കാൻ നോക്കുക. ചില കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടാവും, ചില വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ, നിങ്ങളുടെ പഴയ ആളുകളൊക്കെ ഉള്ള അവിടെയൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനൊക്കെ നോക്കുക. അപ്പോൾ ഈ തോട്ടിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് നിങ്ങളെ തന്നെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇനീസിയേഷനാണ് ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് കയറുക, പുതിയ ആളുകളുടെ കൂടെ കൂടുക, ചില ഗ്രൂപ്പുകളുടെ കൂടെ കൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വീട്ടുകാരെ ബോധിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം ഒരു +2 വരെയൊക്കെ നിങ്ങൾ അധികം ഇങ്ങനെ ഒരു തലയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു +2 ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ മാക്സിമം മെച്യൂറായിട്ട് നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കുന്ന രീതിയിൽ വളരെ സ്റ്റാൻഡ് അലോൺ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ ജനറേഷനൊക്കെ കുറേയൊക്കെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു ക്വാളിറ്റി നിങ്ങൾ കഴിയുന്നതും ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അതിന് നല്ല ആളുകളുടെ കമ്പനി നിങ്ങൾക്കുണ്ടെങ്കിൽ കുറേയൊക്കെ അത് ഉപകാരപ്പെടും. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നല്ലൊരു ഗഡ്സ് കിട്ടാൻ വേണ്ടി ജിമ്മിലൊക്കെ ജോയിൻ ചെയ്യാമെന്ന് പറയുന്നതൊക്കെ വളരെ നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ടീം ബിൽഡ് ചെയ്യാൻ നോക്കുക. അതിപ്പോൾ ക്ലാസ്മേറ്റ്സ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആരും ഇല്ല എന്നുള്ളത് കൂടെയുള്ള ആളുകൾക്ക് തോന്നാൻ പാടില്ല. അഥവാ ഇപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ആരുമില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ധാരാളമാണ് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിലോ അത് ഇതിനേക്കാൾ വലിയ പൊട്ടൻഷ്യലാണ്. ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങളുടെ നടത്തത്തിലും സംസാരത്തിലും നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ നേരെയുള്ള നിൽപ്പിലും ആ ഒരു നോട്ടത്തിലൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയണം. അത്രയേ ഉള്ളൂ കാര്യം.
എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് എൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ഒരു ഗഡ്സിൽ ഞാൻ നിൽക്കും, എവിടെയാണെങ്കിലും എന്ത് കേസിലാണെങ്കിലും. ആ രീതിയിൽ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ പോവുക. അത് താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇവർക്ക് തോന്നുമ്പോഴാണ് ഇവർ വീണ്ടും വീണ്ടും നിങ്ങളുടെ തലയിൽ കയറാൻ നോക്കുക. പണ്ട് ചാണക്യൻ പറഞ്ഞൊരു കോട്ടുണ്ട്, വിഷമില്ലാത്ത പാമ്പാണെങ്കിലും ഒന്ന് പത്തി വിടർത്തി കഴിഞ്ഞാൽ അത് ആളുകൾക്ക് പേടിയുള്ള ഒരു കാര്യമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോഴെന്തുണ്ട്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എത്ര മോശമാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു കളയാം. നിങ്ങൾ ഒരു വിഷമില്ലാത്ത പാമ്പാണെങ്കിലും ഒന്ന് പത്തി വിരിക്കാൻ കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളൊന്ന് ഭയക്കും. അത് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. നിങ്ങളെ ഈ ഭൂമിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നോക്കാനുള്ള ഉത്തരവാദിത്വവും അവർക്കുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഇവരുടെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ നിയമപരമായിട്ടുള്ള സപ്പോർട്ട് വരെ നിങ്ങൾക്ക് കിട്ടും. ആ രീതിയിലൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. പക്ഷേ ഒരിക്കലും ആത്മഹത്യ പോലുള്ള ചിന്തകളിലേക്ക് നിങ്ങൾ പോരുത്. ഇതിലും വൃത്തികെട്ട പരിപാടി വേറെയല്ല. ഒരാൾ ലൈഫിൽ തോൽക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ളവരാണെന്ന് പറയുമ്പോഴാണ്. അങ്ങനെ പറയാതിരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ടിറങ്ങി ഒരു വാള് കയ്യിലുള്ള ലെജൻഡിനെ പോലെ സംസാരം കൊണ്ട് വെട്ടി വെട്ടി നിങ്ങൾ ഒഴിവാക്കണം. ഓക്കെ? വായ തുറക്കേണ്ട അടുത്ത് തുറക്കണം. അവിടെ അടച്ചു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ? ഞാൻ ഈ രീതിയിൽ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നമ്മളുടെ കയ്യിൽ ചിലപ്പോൾ ക്യാഷ് ഒന്നും ഉണ്ടായിന്ന് വരില്ല. ഈ ഒരു പ്രായത്തിലൊക്കെ, ഒരു 25 വയസ്സിനിടയിലുള്ള പ്രായത്തിലൊന്നും നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടായിന്ന് വരില്ല. നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാഷൊക്കെ ഉള്ള സമയത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പല കൗൺസിലേഴ്സിനെയും കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല. പല നല്ല കൗൺസിലേഴ്സിനും പല നല്ല കാര്യങ്ങളും പറഞ്ഞു തന്ന് ഫ്രീ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാവരോടും തുറന്ന് പറയാൻ നിൽക്കരുത്. അവർ ചിലപ്പോൾ നിങ്ങളെ മിസ്യൂസ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഒരു 90% ആൾക്കാരും മിസ്യൂസ് ചെയ്യാനാണ് നോക്കുക. വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആളുകളോട് അവരൊന്ന് വീക്ഷിച്ച ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രം പറയാൻ നോക്കുക. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഈ മെയിൽ അയച്ച കുട്ടിക്ക് ഒരു ഗഡ്സ് കിട്ടിക്കോട്ടെ എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.